ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിത് എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ? പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ കളിപ്പാട്ട ഐറ്റംസും കിട്ടുന്ന ഇവിടുത്തെ ഒരു വലിയ ഷോപ്പാണ് കേട്ടോ ഇത്. പിള്ളേർക്കുള്ള കളിപ്പാട്ട ഐറ്റംസ് മാത്രമല്ലാതെ നമ്മുടെ ഹോം ഡെക്കോറിന് ആവശ്യമായിട്ട് വരുന്ന ചില നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ഐറ്റംസും സ്റ്റാറ്റൂസും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. ഞങ്ങളിവിടെ വന്നെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ജെന്നിക്കുട്ടിന് ഒരു സർപ്രൈസ് കൊടുക്കാനാണ്. ആ സർപ്രൈസാണ് കേട്ടോ ഇത്. അവൾക്ക് ഞങ്ങളൊരു ഇലക്ട്രിക് കാറും ഇങ്ങ് മേടിച്ചു കൊടുത്തു. അവളുടെ സൈസിന് പറ്റിയ ഒരു അടിപൊളി ജീപ്പാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള ലൈറ്റും സൗണ്ടും മ്യൂസിക്കും ഒക്കെ ഉള്ള റിമോട്ട് കൺട്രോളായിട്ടുള്ള ഒരു അടിപൊളി കാറാണ് കേട്ടോ. അവളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ ഇത് ഞങ്ങൾ അവൾക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു സർപ്രൈസായിരുന്നു. അവിടെ ഈ ഒരു ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങ് നമ്മളങ്ങ് മേടിച്ചു കൊടുത്തു. പിന്നെ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും നോർത്തിൽ എവിടെ ചെന്നാലും നമ്മുടെ കേരളം ഇഷ്ടപ്പെടുന്ന മലയാളികളെ ഇഷ്ടമുള്ള നമ്മുടെ നാടിനെക്കുറിച്ച് അറിവുള്ള പറ്റിയാലൊന്ന് നമ്മുടെ നാടൊന്ന് സന്ദർശിച്ചിട്ടുള്ള ആളുകളെ എവിടെയെങ്കിലുമൊക്കെ നോർത്ത് ഇന്ത്യൻസിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെയും ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമല്ല, ഈ കടയുടെ ഉടമസ്ഥൻ തന്നെയാണ്. പുള്ളിക്കാരൻ നമ്മുടെ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അതും കണ്ണൂർ ജില്ലയിൽ എവിടെയോ വന്ന് താമസിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് വളരെ സന്തോഷമായി. നമ്മൾ മലയാളമൊക്കെ കുറേശ്ശൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പുള്ളി ഫ്രീ ആയിട്ട് ഒരു ഐറ്റം കൂടി നമുക്ക് ആ ഒരു സന്തോഷത്തിൽ തന്നു കേട്ടോ. വേറെ ഒന്നല്ല, ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഇതാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് സാധാരണ കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മാജിക് സ്റ്റിക്ക് പോലെ ഒരെണ്ണോടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പിയായി സന്തോഷത്തോടു കൂടി വണ്ടിയൊക്കെ മേടിച്ച് ആ കടയിൽ നിന്ന് ഇറങ്ങി. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ജെന്നിക്കുട്ടൻ ഒരു താഴേക്കൂടെ ഒരു റൈഡൊക്കെ ചെയ്ത് അങ്ങ് ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഒരു ഷോയൊക്കെ അങ്ങോട്ട് കാണിച്ച് അടിപൊളിയാക്കി. പക്ഷേ ഇതൊരു 2-3 ദിവസത്തേക്കായിരുന്നു കേട്ടോ ഇതിനകത്ത് കളി കൂടുതൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിത് പതുക്കെ സൈഡാക്കി വെച്ചു കേട്ടോ. കുറച്ച് ദിവസമൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നു. പിന്നെ ആയപ്പോൾ ആൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.